ജീവിതത്തിൽ ഒരു തുള്ളി മദ്യം പോലും ടേസ്റ്റ് ചെയ്യാത്ത നിങ്ങൾക്കും കരൾ രോഗമോ? അതെ, കേരളത്തിൽ 1/3 പേർക്കും ഇതുണ്ട്. നിങ്ങളുടെ സ്കാൻ റിപ്പോർട്ടിൽ അത് എഴുതിയിട്ടുണ്ടാകും. നിങ്ങൾ വായിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, കരളിൽ കൊഴുപ്പ് അടഞ്ഞുകൂടുന്ന ഒരു അവസ്ഥ. ഈ കൊഴുപ്പ് ഇത്രമാത്രം എവിടെ നിന്ന് വരുന്നു? ഫ്രക്ടോസ്, പഴച്ചാറ്, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ബേക്കറി, പാക്കറ്റ് ജ്യൂസ് എന്നിവയിൽ നിന്നാണ് ഇത്തരത്തിലുള്ള ഫ്രക്ടോസ് വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസ് ശരീരം മുഴുവനും ഉപയോഗിക്കും. എന്നാൽ നമ്മുടെ ശരീരത്തിലേക്ക് കയറുന്ന ഫ്രക്ടോസ് ഉണ്ടല്ലോ, അതിനെ കൈകാര്യം ചെയ്യുന്നത് ലിവർ മാത്രമാണ്. അധികമായാൽ കരള് ഇതിനെ കൊഴുപ്പാക്കി മാറ്റി ലിവറിൽ സൂക്ഷിക്കും. കൊഴുപ്പ് കരളിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകും. ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ കൂടുതൽ ഇൻസുലിൻ ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കും. കൂടുതൽ ഇൻസുലിൻ്റെ പ്രസൻസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേ ഗ്ലൂക്കോസിനെ കൂടുതൽ കൊഴുപ്പാക്കി വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ഒരു ചക്രം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അത് കൂടുതൽ കൊഴുപ്പ് കരളിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള കാരണമാകും. അതായത് നിങ്ങളുടെ വണ്ണം കരളിനെ കൂടുതൽ കേടാക്കുന്നു. കേടായ കരള് കൂടുതൽ വണ്ണം വെക്കുന്നു. ഇത് നിങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കും. ഇവിടുത്തെ അപകടം എന്നുള്ളത്, ആദ്യം ലിവർ ഗ്രേഡ് 1 ഫാറ്റി ലിവർ ആക്കും, പിന്നെ ഗ്രേഡ് 2 ആക്കും, ഗ്രേഡ് 3 ആക്കും, പിന്നെ നാഷ് ആക്കും, ഫൈബ്രോസിസ് ആക്കും സ്റ്റേജ്, പിന്നെ സിറോസിസ് ആക്കും, ഫൈനലി ലിവർ ക്യാൻസർ വരെ ഈ ഒരു സ്റ്റേജ് നമ്മളെ കൊണ്ടുപോകാം. ഇത് പതുക്കെ നിശബ്ദമായിട്ടാണ് സംഭവിക്കുന്നത്. പക്ഷെ ഒരു നല്ല വാർത്തയുണ്ടേ, ഇത് പൂർണ്ണമായിട്ട് മാറ്റുവാൻ സാധിക്കും. നിങ്ങളുടെ ശരീരഭാരത്തിന്റെ 7 മുതൽ 10% വരെ ഭാരം കുറക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവറും കുറക്കാൻ കഴിയും. അതായത് ഒരു 80 കിലോ നിങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിൽ, ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ, നിങ്ങളൊരു 8 കിലോ കുറക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫാറ്റി ലിവർ മാറ്റി റിക്കവറി എത്താൻ പറ്റും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത്, ആദ്യം ജ്യൂസൊക്കെ ആണ്ട് ഒഴിവാക്കുക. ഫ്രൂട്ട്സ് കഴിച്ചോളൂ, അതിൽ നാരുണ്ട്. ഡോക്ടർ അങ്കിൾ ലൈന് ഞാൻ പറയാം. ഗ്രേഡ് 1 ഫാറ്റി ലിവർ ഒരു മുന്നറിയിപ്പാണ്. 90% ആളുകൾ അത് അവഗണിക്കുകയാണ് ചെയ്യാറ്. അതാണ് ഏറ്റവും വലിയ ദുരന്തം. അപ്പോൾ ഫാറ്റി ലിവറിനെ കുറിച്ച് നിങ്ങൾ ഇന്ന് പഠിച്ചല്ലോ. ഇനി വണ്ണം കൊണ്ടുണ്ടാക്കുന്ന അടുത്ത ക്ലാസ്സാണ്. എല്ലാവരും കുറ്റം പറയുന്ന ഒരു ഗ്രന്ഥി. എൻ്റെ വണ്ണം തൈറോയ്ഡ് ഹോർമോൺ കൊണ്ടാണ് ഡോക്ടറെ. സത്യം എന്താണ്? ചിലപ്പോൾ ഞാൻ നിങ്ങളെ ദേഷ്യപ്പെടുത്തുന്നുണ്ടാകാട്ടോ. നാളത്തെ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ സത്യാവസ്ഥ പറയാം. See you tomorrow. Bye-bye.